ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രജനി സജിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ. അടയാളക്കല്ല, ഇരട്ടിയാർ ഡാം സൈറ്റ് തുടങ്ങിയ മേഖലകളിലെ പ്രകൃതി സൗന്ദര്യം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതിയിലടക്കം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 27,83,25,450 രൂപ വരവും 27,12,79,428 രൂപ ചിലവും 70,46,022 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അവതരിപ്പിച്ചത്. 27,83,25,450 രൂപയും പ്രതീക്ഷിത ചിലവ് 27,12,79,428 രൂപയും മിച്ചം 70,46,022 രൂപയും പ്രതീക്ഷിക്കുന്ന കരട് ബജറ്റാണ് ഏവരുടെയും പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നത്. നാളിതുവരെ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും സഹകരിച്ച നല്ലവരായ മുഴുവൻ ഇരട്ടയാർ നിവാസികളോടും വിവിധ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളോടും വ്യാപാരികളോടും കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മുൻനിര പോരാളികളോടും നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുഴുവൻ ഉദ്യോഗസ്ഥരോടും CSR ഫണ്ടും മറ്റ് സംഭാവന നൽകിയ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളായവരോടും മാധ്യമ പ്രവർത്തകരോടും മറ്റുള്ളവരോടുമുള്ള നിറഞ്ഞ സ്നേഹം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സുസ്ഥിര മാലിന്യ സംസ്കരണത്തിൽ ഇരട്ടിയാർ മോഡൽ എന്ന തലക്കെട്ടിൽ മാലിന്യ സംസ്കരണ രംഗത്തെ വിജയഗാഥ രാജ്യത്തിന് പരമോന്നത സർവേ റിപ്പോർട്ടിൽ ഇടം പിടിച്ചതും 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി എന്ന നേട്ടം കൈവരിച്ചതും തുടങ്ങി നിരവധി അംഗീകാരങ്ങളുടെ നിറവിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടിട്ടുള്ളതും മാലിന്യ സംസ്കരണ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളും ബജറ്റിലുണ്ട്. പഞ്ചായത്തിന് 2025-26 വർഷത്തെ പ്രതീക്ഷിത നികുതി തനത് വരുമാനം പൊതു ആവശ്യകത ഫണ്ട് കൂടി കൂട്ടിയാൽ 1,99,89,785 രൂപയും നികുതിയിതര വരുമാനം 34,97,720 രൂപയുമാണ്. ആകെ തനത് വരുമാനം 2,34,79,505 രൂപയാണ്. സർക്കാർ ഉത്തരവ് പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും വസ്തുനികുതി പരിഷ്കരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട്. മെയിൻ്റനൻസ് ഗ്രാന്റ് റോഡ് ഫണ്ട് ഇനത്തിൽ 1,82,72,000 രൂപയും വികസന ഫണ്ട് ജനറലായി 1,64,52,000 രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഉൽപാദന മേഖലയിൽ 90,44,359 രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 39,21,650 രൂപയും സ്പോർട്സ്, യുവജനക്ഷേമം എന്നിവയ്ക്ക് 11,05,000 രൂപയും ഭവന നിർമ്മാണത്തിന് 4,50,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി ധനേഷ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ വർക്കി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയനമ്മ ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സുകുമാരൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.